ഹാ മാമ എപ്പോൾ വന്നു? കാണാനേ ഇല്ലായിരുന്നല്ലേ. രാത്രിയാണ് ജോലിയെന്നോ? ഓ, ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറയുന്നു. നിൻ്റെ പിള്ളേരൊക്കെ എവിടാ? ചെറുക്കാൻ അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു. പിള്ളേരല്ല, ബിജു ബിജു, ഞാൻ ബിജു. എന്ത് ചെറുക്കനും പിള്ളേരെന്നുള്ള വിളി മാറ്റേയില്ല. ബിജു എന്ന് പറഞ്ഞാലും പിന്നെ ഇവനാണ് ഇളയവൻ. എങ്ങനെ ഒന്നാം വട്ടം കണ്ടപ്പോ പെണ്ണിനിക്കിണ്ട അറ്റം വെണ്ണക്കട്ട് തിന്നവനെ മുരളീധാര. ഇന്ന് സന്ധ്യയ്ക്ക് 6 മണിക്ക് ഇത് ഞാൻ എടുക്കും, അവൾക്ക് കൊടുക്കില്ല. വെണ്ണ കട്ടി തിന്നവനെ മുരളീധരാന്നും പറഞ്ഞ് ചെറുക്ക എപ്പോഴും പാടിക്കൊണ്ട് നടക്കുകയാണ്. വെണ്ണ എവിടെ നിന്ന്? അതെൻ്റെ പാല്. അല്ലാതെ തന്നെയാടാ, നല്ല പാട്ടുകാരനാണ്. 2 മാമന്മാർ വീടിൻ്റെ അടുത്ത് നിന്നിട്ട് മുരളി നിനച്ചു വെന്നവാടാന്ന് അങ്ങനെ കേട്ടിനെ. ഞാൻ ഇതിൻ്റെ മേലിൽ നോക്കുമ്പോൾ എന്തോ കൊടുക്കണ്, അത് ഞാൻ കണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇവനെ പാട്ടുകാരനാക്കണം കേട്ടാ. ഓ, എന്തൊരു സുഖം അമ്മച്ചി, സുഖം അമ്മച്ചി. അവളാടാ അവിടെ കാണും. വരൂല്ല അമ്മച്ചി, അവൾ വരില്ല. ഈ മാമനെ കണ്ട വരില്ല. പേടിയാണ്. നിനക്ക് പേടിയുണ്ടാണ്? കൊച്ചുണ്ട്. അവൾ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാണ് കൊച്ചു പേടിയുള്ളത്. ആ കുഞ്ഞു സുന്ദരിക്കുട്ടി ഒന്ന് വിളിക്ക്, മാമനൊന്ന് കാണട്ടെ. ഞാൻ ഇപ്പം വിളിക്കാം. എടിയേ, ഇതാ വിളിക്കണം മാമ, ഇറങ്ങി വാടി. അവൾ അവിടെയൊന്നും ഇല്ല അമ്മച്ചി, അവൾ മാറിപ്പോയി ഇരിക്കുകയാണ്. എനിക്കറിഞ്ഞൂടാ എവിടെ ഇരിക്കണമെന്നുള്ളത്. ഇല്ലമ്മ അവിടെ, ഇവിടെ എല്ലാം മേളിലെല്ലാം ഉണ്ടാ. എവിടെ കാണണോള്. ഞാൻ അറിഞ്ഞു വരുമില്ല. ഇങ്ങൾക്ക് എന്ത് എന്നെ വിളിയോട് വിളി തന്നെ. എനിക്ക് അവരെന്നും കാണണ്ട. കണ്ണിൽ കരി വരുത്തി അയക്കുമ്പോൾ തന്നെ വിളിയോട് വിളി, കണ്ണു നീർന്ന് ഇതൊക്കെ പറഞ്ഞ. ഓ, പെണ്ണ് കിടന്ന് വഴക്ക് പറയണ മാമ. നല്ല വെറുതെ ഇവിടെ ഇരുന്നെങ്കിൽ ശരിയാണ്. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ കിടന്ന് വിളിക്കുന്നത്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്. ഇതൊക്കെ ഞാൻ ആരോട് പറയേ? വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് കൈ നീട്ടിക്കൊണ്ട് വരണം എൻ്റെ മാമൻ. എന്നെ തൊടണ്ട, ഞാൻ ഇപ്പം ഓടും. അമ്മച്ചി, മാമൻ്റെ കൈ അങ്ങോട്ട് വിളിയമ്മച്ചി, എന്നെ പിടിച്ചാൽ വരണേ. ഇന്ന് തന്നാജി മാമ, എന്നിട്ടാ ആ കൈ ഞാൻ പിടിക്കാം. ചെന്ന് പിടി കൊടുക്കാരിയുടെ മണ്ട. നിന്നെയും പിടിച്ച് തൂക്കോടെ ചേർക്ക. തന്നെ ഞാൻ കളിച്ചോണ്ട് ഇതാക്കൊണ്ട് വരണടി. എടാ നീ അത് കളിച്ചണ്ടടാ, വേണ്ടേ? അയ്യോ, കാണുമ്പോൾ അത് എങ്ങനെയാടി പിടിക്കാതിരിക്കുന്നത്? ഇതിൽ കളിക്കുമ്പോൾ സമയം പോകാൻ അറിയുന്നില്ലടി. എടാ, നിനക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. അതൊക്കെ ഭയങ്കര പാടുപിടിച്ച കളിയും അപകടങ്ങളും വരുത്തോടെ തന്നെ. അങ്ങനെ എന്നാ ഇതൊക്കെ നിനക്കിങ്ങനെ അറിയാടി? അത് ആ കളി കണ്ട അറിഞ്ഞൂടാ. നമ്മളെ തൂക്കിയെടുക്കോടാ, അതിനാണ്. എന്നാലും നല്ല സമയം പോണ ഒരു കളിയായിരുന്നു. നീ ഇവിടെ ഇരുന്ന് കണ്ടാൽ മതിയല്ലടി. നീ അവിടെ ഇരുന്ന് കണ്ടോടാ. ഒരടി ദൂരം ഇന്നാ മതി കേട്ടാ. ഞാൻ പോവില്ല. ഇനി എൻ്റെ തലയൊക്കെ വെട്ടണം. അതാണ് എനിക്ക് പോണമെന്ന് എൻ്റെ മനസ്സ് പറയണടി. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് പോകണടി. നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ടേ തിരക്ക. അറിഞ്ഞൂടെ നിനക്ക്? എൻ്റെ തല എത്ര വെട്ടിയാലും എൻ്റെ കൈ അനങ്ങൂലടി. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് നോക്കും. തല ചുമ്മാ ഇരുന്ന് വെട്ടട്ട്. മാമനെ കണ്ട പേടി എന്ത് പറയാനാണ്? ആരെ പറയുന്നത്? ഞാനും പിള്ളേരെ തന്നെ പറയുന്നത്. ഇങ്ങനെ പേടി തുടങ്ങിയാൽ എന്ത് ചെയ്യും? വലുതായിക്കൊണ്ട് വരുന്ന മക്കൾ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും പറ്റാണ്ട ഗതിയോടാവുകയാണ് ഇപ്പോഴേ. പാല് കുടിക്കുമ്പോൾ മാമൻ തൊട്ട പേടിയില്ല അവക്ക്. ഓ, അതില്ല. എൻ്റെ മധുരമുണ്ട്, കുടിക്കാൻ കൊള്ളാം. ആ, അത് തന്നെ. ചുമ്മാ ഇരുന്ന് കുടിയടി. വാ വലിച്ച് കീറിപ്പോന്നു. ഇവൻ പാവമാണ്, ഇവക്കാണ് പേടി. എന്താ പേടിയില്ലേ?